നീ എന്താ ആ തള്ളക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയാണ്. അത് ഞാൻ പോലീസിലും പറയും. പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ? ഞാൻ എത്ര ദിവസമായി പറഞ്ഞു ചേച്ചി, എന്തിനാ അവിടെ ഇങ്ങനെ നിൽക്കണേ? തറവാട്ടിലേക്ക് പോന്നൂടെ? ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ചേച്ചിക്ക് ഇടുന്ന പെൻഷൻ കാശ് എനിക്ക് എന്നാ ഞാൻ ചേച്ചിയുടെ പൊന്നു പോലെ നോക്കില്ലേ? പെൻഷൻ അതവിടെ നിൽക്കട്ടെ. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ജീവനോടെ കാണണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നേക്കണം. ചേച്ചി നോക്കി അവിവേകം ഒന്നും കാണിക്കല്ലേ. ഞാൻ അങ്ങോട്ട് വരാം. അവരെന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയണ്ട കേട്ടോ. അല്ല ഞാൻ പറഞ്ഞോളാം. അമ്മ തുറക്കമ്മ ക്ലീറ്റോയാണ്. നീ മിണ്ടാതൊന്നും എന്റെ കഴുത്ത് ചേച്ചി ഞാൻ പിടിച്ചൊരു ഭാഗത്ത് എടുക്കട്ടെ. നീ കരയല്ലേ, നീ കരയണ്ട. ഇല്ല ഒന്നും ഉണ്ടാവില്ല. അമ്മ വാതിൽ തുറക്കമ്മ, ഞങ്ങളിനി വഴക്ക് കൂടൂല. വഴക്കിടില്ലാതെ വഴക്കിടില്ല അമ്മ. ക്ലീറ്റോയ ഇടില്ല. അയ്യോ അമ്മ എന്ത് പണി അമ്മ കാണിച്ചത്? ഇതെന്തിനാ അകത്ത് കയറി വാലടച്ചത്? എന്തിനാണെന്നാ നീ അത് കൂടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട്? അമ്മക്ക് എന്തെങ്കിലും പറ്റി ഞങ്ങൾക്ക് നിനക്കൊക്കെ ആരെങ്കിലും ഉണ്ട്? എനിക്ക് ആരുണ്ട്? നീ ഒക്കെ ആലോചിച്ചാ എന്തമ്മ ഇങ്ങനെയൊക്കെ പറയണത്? ഞങ്ങൾ ആകെ വിഷമിച്ചില്ലേ അമ്മ? ഇനി ഇങ്ങനെയൊന്നും പേടിപ്പിക്കില്ല. പേടിപ്പിക്കാൻ ചെയ്തതല്ല, ആത്മഹത്യ മനഃപൂർവ്വം. ഇനി ആരെ പറയരുത്. ഞങ്ങളിനി വഴക്കുണ്ടാക്കില്ല. സത്യം 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 ഇട്ട് കൊടുക്ക്. എന്താ നീ ചെയ്യണ സത്യം സത്യം. എടി തങ്കത്തെ അമ്മ വന്നടി. ഇവിടെ ഒന്നും ഒരു പ്രശ്നം കാണാനില്ലോ. ആ തങ്കം ഇവിടെ വാ. എന്താന്ന് അറിഞ്ഞാലേ നീ വരൂ. ഇവിടെ വാടി ചേച്ചി. എന്താ ഇവിടെ ഉണ്ടായേ? എവിടെ മറ്റുള്ളവരൊക്കെ എവിടെ? കനക അമ്മാവൻ വന്നോ? ജമന്തി വാ 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 കേറി വാ. എന്താ ഇവിടെ ഉണ്ടായേ? അല്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ പിള്ളേർ തമ്മിൽ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി. ഞാൻ അത് കയറി ഇടപെട്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അല്ല അവർ സത്യം ചെയ്ത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന്. അതിപ്പോ ഇന്നല്ലല്ലോ. എന്നും ഇവരൊരു പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് അവരങ്ങോട്ട് സത്യം ഇടും. അതിന്റെ മുമ്പ് എന്നെ വിളിച്ചു പറയും, ഞാൻ ഓടിക്കളിച്ചിട്ട് വരും. ഇനി ഇവിടെ അത് പറ്റില്ല. എന്താ ഉണ്ടായിന്ന് എനിക്കറിയണം. എന്താ ഉണ്ടായി? ലേറ്റസ്റ്റ് പറ. എന്താ ഉണ്ടായേ? അത് പിന്നെ അളി പറ. അതെ, ഞാൻ നിങ്ങളുടെ കഥകളി കാണാൻ വന്നതല്ല, ചോദിച്ചാൽ ഉത്തരം പറ. എന്താ ഉണ്ടായേ? അത് പിന്നെ അമ്മാവ ഞാൻ കാലത്ത് ഒരു മുണ്ട് ഷർട്ടും കഴുകി അയലിട്ടിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. അങ്ങനെ ഞാൻ അളിയനോടൊന്ന് എടുത്തോന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. നീയാണോ അവിടെ എടുത്തത്? അല്ല അമ്മാവ, അത് അളിയനല്ല എടുത്തത്, ഞാൻ തെറ്റിദ്ധരിച്ചതാ അമ്മാവ. അളിയൻ അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. അത് ശരി. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ച് വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഉടനെ ഫോൺ ചെയ്ത് എന്നെ വരുത്താൻ 100 വട്ടം പണികളുടെ ഇടയിലാണ് ഞാൻ ഓടി വരുന്നത്. അതിപ്പോ അമ്മാവ അളിയനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് ഒരു എടുത്തുചാട്ടം കൂടുതലാണല്ലോ, അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനും അങ്ങോട്ട് പറഞ്ഞു, അങ്ങനെ അങ്ങ് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. നീ എടുത്തുചാട്ടത്തിനൊട്ടും മോശമൊന്നുമല്ലല്ലോ. നീ പൊതുപ്രവർത്തകന. എടാ നിനക്ക് ആകെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ, അവളുടെ ഭർത്താവല്ലേ അത്. അവളെ കുറിച്ച് ഓർത്തെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്താൽ നീ ക്ഷമിക്കണ്ടേ? എവിടെയാടാ ഈ വീട്ടിലുള്ള പോലെ ഒരു സൗകര്യം ഉള്ളത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ അവൾക്ക് അവിടെ ഒരു വീട്, നിനക്ക് ഇവിടെ ഒരു വീട്, എന്നിട്ടും ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കണ്ടുപഠിക്കടാ. ഇത്ര വർഷമായില്ലേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിൽക്കാറില്ലേ? ഇന്നും എൻ്റെ ചേച്ചി അങ്ങോട്ട് നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ചേച്ചി മറുത്ത് പറയില്ല. ഇതൊക്കെ കണ്ടു വളരേണ്ട നിങ്ങൾ ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുടുംബത്ത് പറ്റിപ്പോയ അമ്മാവ, പറ്റിപ്പോയി. മേലാൽ അങ്ങനെ പറ്റരുത്. നിങ്ങൾക്കറിയോ, അന്ന് നമ്മുടെ അച്ഛനും അമ്മയുള്ള കാല. ചേച്ചി അന്ന് 3ാം ക്ലാസ്സിലാ, ഞാൻ 1ാം ക്ലാസ്സിലാ. അന്നൊരു തകരടപ്പയില ഞങ്ങൾ ഈ പെൻസിലൊക്കെ, സ്ലൈറ്റ് പെൻസിലൊക്കെ ഇട്ട് വെക്കും. ഒരു 3-4 സൈസ് പെൻസിലുണ്ടാവും. പാൽ പെൻസില്, ചോക്ക പെൻസില്, പിന്നെ ഈ സ്ലൈറ്റ് പെൻസിൽ ഇങ്ങനെ നീളനെ വില കുറഞ്ഞ പെൻസിലാണ്. കളർ പെൻസിലൊക്കെ അന്ന്
ഒരു പൈസക്ക് 5 6 ഒക്കെ കിട്ടുമെന്നല്ലേ, 2 പൈസക്കൊക്കെ എത്ര മിഠായിയാ കിട്ടുകയെന്നറിയും. ഈ പെൻസിൽ ഡപ്പയിലാക്കിയിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകും. ചേച്ചിയുടെ ക്ലാസ് ടീച്ചർ പാറുട്ടി ടീച്ചറും എൻ്റെ ഷാരുടി മാഷും. ഷാരുടി മാഷ ചൂരലായിട്ട് ഹോളിൽ കൂടെ ഇങ്ങനെ നടക്കണ കണ്ട കുട്ടികൾ കിടുകിടാന്ന് പറയും. മൂത്രം ഒഴിക്കോ? ക്ലാസ് റൂമിലേക്ക് വന്ന് ചിലര് മൂത്രം ഒഴിക്കടാ. അന്ന് സ്ലൈറ്റ് എടുത്ത് വെച്ച് എഴുതാൻ പറഞ്ഞു ഷാരടി മാഷ്. ഞാൻ സ്ലൈറ്റ് എടുത്ത് വെച്ചിട്ട് പെൻസിലിന്റെ ഈ ഡപ്പ തുറന്നു നോക്കിയപ്പോടാ പെൻസിലില്ല. പെൻസിൽ കാണാനില്ല. ഈ പെൻസിൽ ഇല്ലാണ്ട് ഇത് എഴുതാത്തതിന് അന്ന് ഷാരടി മാഷയുടെ അടി. 15 വയസ്സ് വരെ ഇത് ഇതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു പാട്. ആ പെൻസിൽ എവിടെ പോയിന്ന് ഞാൻ മാഷോട് പറഞ്ഞില്ല. എനിക്കറിയാമായിരുന്നു. ആ പെൻസിൽ അന്ന് കട്ടെടുത്തത് ചേച്ചിയാ. ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് ചേച്ചി പെൻസിൽ എടുത്തു എന്ന് പറയാതെ ആ അടി മേടിച്ചു ഞാൻ. അതാണ് ഞങ്ങളുടെ സഹോദര ബന്ധം. അത് പറയുന്നത് ഞാൻ പറയാം. ഈ ഡപ്പ എന്റെ കയ്യിലല്ലെങ്കിൽ പിന്നെ ചേച്ചിയുടെ കയ്യിലുണ്ടാവാം. പിന്നെ അതിന് പെൻസിൽ എങ്ങനെ പോകും? ഞാൻ ക്ഷമിച്ചോടാ, എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ക്ഷമിച്ചു. ആ ക്ഷമ നിങ്ങൾ കാണിക്കണം. പെൻസിൽ കട്ടെടുത്തിട്ടേ വേറെ ഒരുത്തനാണെങ്കിൽ ചേച്ചിയാണെന്നൊന്നും നോക്കില്ല. അറിയോ, നീ പെൻസിലെല്ലാം പിള്ളേർക്ക് കൊടുത്തിട്ട് മുട്ടായോ ചിന്തയാണ് ചെയ്തത്. എന്നിട്ട് എന്നാ നീ കള്ളിയാക്കിയാണ് എന്റെ പിള്ളേരുടെ മുമ്പിൽ വെച്ച്. അത് പറയരുത് ചേച്ചി, അത് പറയരുത്. തല തിരിഞ്ഞ വർത്താനം പറയും ചേച്ചി, അങ്ങനെ പറയരുത്. ഞാൻ മോശക്കാരനെന്നാ ചേച്ചി പറയുന്നത്? അച്ഛൻ വയ്യാണ്ട് കിടക്കുമ്പോ തളർവാദം പിടിച്ച് വീട്ടിൽ കിടന്നപ്പോ 1.5 വർഷം അച്ഛന്റെ മലവും മൂത്രം കോരി ചികിത്സിച്ചത് ഞാനാ. ഈ അമ്മ തിരിഞ്ഞു നോക്കിയില്ല നിങ്ങളുടെ അമ്മ. പിന്നെ ഞാൻ എങ്ങനെ തിരിഞ്ഞു നോക്കണം? നിങ്ങൾക്ക് കേൾക്കണോ? എനിക്ക് ശ്രീധനായിട്ട് വന്ന 35 സ്ഥലം ഇങ്ങനെ എന്നെ മോട്ടിച്ചെടുത്ത് അറിയാമോ നിങ്ങൾക്ക്? ആ എന്നെ ഇങ്ങനെ അങ്ങോട്ട് വിടുവോ? അതെ, ഇല്ലാത്ത വർത്താനം പറയാം. എവിടുന്ന് ഞാൻ വക്കീന്ന് പറഞ്ഞു 30 സെന്റ് സ്ഥലം എനിക്ക് തന്നു എന്ന് പറഞ്ഞാലേ ചതുപ്പ് നിലടാ. ഒരു മനുഷ്യൻ കാലെടുത്ത് കൂത്തില്ല. നിങ്ങൾക്ക് കിട്ടിയതോ? മെയിൻ റോഡ് സൈഡിലെ ഈ വീടും പോരേടും. ഈ റോഡ് സൈഡിലുള്ള തറവാടിന് എത്ര ലക്ഷം ഉറുപ്പ്യ വരുടാ? ഇത് അച്ഛൻ എന്റെ ചേച്ചിക്ക് കൊടുത്തപ്പോ ഞാൻ മിണ്ടാതിരുന്നു. അങ്ങനെ പിള്ളേരെ കെട്ടിക്കണമെങ്കിൽ ശ്രീധരൻ കൊടുത്തെങ്കിലേ ഒക്കത്തുള്ളൂ. ആകെ ഉള്ളത് ഈ ഇട്ടാവട്ടം തന്നല്ല എനിക്ക്. നിനക്ക് എവിടെ കിള്ളിപ്പാലത്തില്ല സ്ഥലം? നിനക്ക് എവിടെയല്ല സ്ഥലമുണ്ട്? എവിടെയൊക്കെ സ്ഥലമുണ്ട്? 35 സെന്റ് തെങ്ങും തോപ്പുള്ളതോ? അതൊരു സ്ഥലം. അതൊന്നും പോരാ നിനക്ക്. വന്ന മഴി മറക്കരുത് ചേച്ചി. ഒരു കാര്യം നിങ്ങൾ ഇന്ന് അറിയണോടാ, സത്യം നിങ്ങൾ ഇന്ന് അറിയണം. എനിക്കിപ്പോ എത്ര വയസ്സായി? 56 വയസ്സായി. ഇന്ന് വരെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ ഈ അമ്മാമൻ കല്യാണം കഴിക്കാത്തത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? ആരാ കാരണം? കേൾക്കണോടാ, ആരാ കാരണം? ഈ ചേച്ചിയുടെ കെട്ട് നിങ്ങളുടെ തന്ത. അയ്യോ, നിങ്ങൾക്ക് കേൾക്കണോ? ഇവന് ഒരു 1000 സ്ഥലത്ത് ഞങ്ങൾ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയി. ഇവന് ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അവന് പെണ്ണിന്റെ മുട്ടിന്റെ കീഴ് വരെ കിടക്കണം, കണ്ണങ്ങോട്ട് വിടർന്നിരിക്കണം, മൂക്കങ്ങോട്ട് നീണ്ടിരിക്കണം, ചുണ്ട് ചുമന്നിരിക്കണം. ആരും അങ്ങനെ മോഹിക്കും? ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കുന്ന പെണ്ണിന് സൗന്ദര്യം ഉണ്ടാവണമെന്ന് ആരാണ് മോഹിക്കാത്തത്? പക്ഷെ മനഃപൂർവ്വം എന്റെ കല്യാണം നടക്കാതിരിക്കാൻ, ഞാൻ പറയാം, കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ചട്ടുകാലിനും കോന്ത്രമ്പല്ലിനും കോങ്കണ്ണീനൊക്കെ തന്ന ആരാണ് കെട്ടുക? എന്നെ കല്യാണം കഴിപ്പിക്കാണ്ടിരിക്കാൻ എന്റെ സ്വത്തും കൂടി തട്ടെടുക്കാനല്ല. പരാതി കാരണം യവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൊണ്ട് കാണിച്ചു. പക്ഷെ പെണ്ണിന് യവനെ ഇഷ്ടപ്പെടണ്ടേ? എങ്ങനെ കല്യാണം കഴിക്കണം പറയുന്നത് ഈ പ്രായത്തില്? അല്ല അമ്മ പോട്ടെ, മതി കള, ഇനി വിഷയാക്കണ്ട, സംസാരിച്ചു. അങ്ങനെ പെങ്ങന്മാരൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടോ ഞാൻ? ഇങ്ങനെ ഒരു പെങ്ങളൊന്നും ഉണ്ടായി കഴിഞ്ഞിട്ടല്ലോ കുടുംബം നശിച്ചു. പിന്നെ എന്റെ ഒരൊറ്റ മനസ്സേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുനടക്കുക, വിളിച്ച ഓടി വരാ. എന്റെ സ്നേഹത്തിന്റെ പകുതി സ്നേഹം നിന്റെ ഈ അമ്മ എന്നോട് കാണിച്ചു. എന്നിട്ടും ഇവിടെ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞു ഫോൺ വിളിച്ചപ്പോ എല്ലാം മറന്നിട്ട് ഞാൻ ഓടിയെത്തില്ലടാ. പിന്നെ ഒരു ഫോൺ കേൾക്കാതിരുന്നവൻ ഇങ്ങോട്ട് ഓടി വരാം. ഞങ്ങൾ അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നീ ഇറങ്ങിപ്പോ. ഞാനിവിടെ കയറാൻ പാടുവോ? കയറാൻ പാടുവോ? വിളിച്ചു പിന്നെ നീ വേണ്ട. ഞാനൊരു കാര്യം പറയാം, കനകളിയാണ് ഇതിനെല്ലാം കാരണം. ഞാനാ? പിന്നെ അല്ലാണ്ട് രാവിലെ വൃത്തിയോട് കാണിച്ചിട്ടില്ലേ ഇപ്പൊ ഇത്ര വിഷയം? എന്നോട് പറഞ്ഞോട് ഞാൻ അല്ലാതെ എടുത്തതെന്ന്. അളിയ സംസാരിക്കുന്നത് ശരിയല്ല കേട്ടാ. ഞാനല്ല എടുത്തത്, ഞാൻ എന്നോട് പറഞ്ഞില്ലേ? എന്റെ അളിയ ഇനി അതൊന്നും പറയണ്ട. അളിയ എന്റെ അടുത്തുള്ള ചൊറിച്ചിലൊക്കെ എനിക്കും എന്റെ മനസ്സിലുണ്ട്. പറഞ്ഞു തീർത്ത കാര്യമാണ്, നീ വെറുതെ അതിന്റെ മുകളിൽ ഉണ്ടാക്കണ്ട. പറഞ്ഞു തീർത്ത കാര്യമാണെങ്കിലും ഇപ്പൊ ഇവര് തമ്മിൽ ഉണ്ടാവേണ്ട കാര്യം അളിയൻ തന്നെയാണ്. എന്ത് കാര്യം? അളിയൻ തന്നെ ഈ വർഷം ഉണ്ടാക്കിയത്. വെറുതെ വർത്തമാനം പറഞ്ഞു മുഷിയെന്ന് കണ്ടേട്ടാ. ഞാൻ വന്നു കയറിയാണെന്ന് പറയാം. എന്റെ എന്ത് തോന്നിയ ദിവസം പറയാൻ നീ വിചാരിക്കില്ല കേട്ടാ. അമ്മ അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒതുങ്ങി നിൽക്കുന്നത്. എടാ അമ്മാവനെ കണ്ടുകൊണ്ടാണ് ഞാനും മിണ്ടാതിരിക്കുന്നത്. നീ ചുമ്മാ ഇടി. മിണ്ടാതിരിക്കുന്ന പറഞ്ഞ പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വർത്തമാനം പറഞ്ഞു നിന്റെ വീട്ടിൽ കയറി നിന്നെ തല്ലിന്നുള്ള ചീത്ത പേരുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചുമ്മാ മിണ്ടാതിരിക്കണോ? എന്താ നിനക്ക് മാത്രം പറഞ്ഞാൽ മതിയാ? എന്താണത്?
നാളല്ലേ നിങ്ങക്ക് ഒരു കാര്യമില്ലാണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്ക. ഇത്ര നേരം ഞാൻ നിന്ന് പ്രസംഗിച്ചു എന്ന് മനസ്സിലാക്കിയൊക്കെ. അതെ അമ്മാവാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അമ്മയും അമ്മാവനും കൂടെ കുറെ നേരം ഇവിടെ വഴക്കൊക്കെ കൂടിയല്ലോ. അപ്പൊ ഞങ്ങൾ ആരെങ്കിലും എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾ ഇളയതും മൂത്തതും അളിയനും ഒക്കെ ആവുമ്പോ ഇച്ചിരി പിണക്കവും ഇച്ചിരി വഴക്കും പരിഭവവും സ്നേഹവും ഒക്കെ ഉണ്ടാവും. അത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ അളിയാ? ആ പിന്നല്ലാതെ. എന്നാലും അളിയാ ഞാൻ ആലോചിക്കുന്ന അതല്ല. എന്തോളിയാ? അളിയന്റെ ആ ഷർട്ടും മുണ്ടും കട്ടോണ്ട് പോയ കള്ളൻ ആരായിരിക്കും? അത് തന്നെ അളിയാ ഞാനും ആലോചിക്കുന്നത്. അത് ആരായിരിക്കും? ആ എനിക്കറിഞ്ഞൂടാ. ആരായിരിക്കും?